ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളുടെ S8 സെമസ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 2 ആണ്. ഓക്കെ, അപ്പോൾ S7 എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 1 നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെന്തായിരുന്നു നമ്മൾ മെയിൻലി ഡീൽ ചെയ്തത്? വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയായിരുന്നു അല്ലേ? അപ്പം ഈ എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 2 നമ്മൾ ഡീൽ ചെയ്യുന്നത് വേസ്റ്റ് വാട്ടറിനെ പറ്റിയാണ്. വേസ്റ്റ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 2 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന 2 ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജാണ്. അപ്പം നമുക്ക് എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 2 പഠിക്കാൻ ഈ 2 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടും ഈസി ടെക്സ്റ്റ് ബുക്സ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാം വേർഡിങ്സ് ഒക്കെ ആണെങ്കിലും അത്ര ബുദ്ധിമുട്ടില്ല, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ലൈബ്രറീസിൽ നിന്ന് ഒന്നെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ PDF സെർച്ച് ചെയ്താൽ ബുക്കിൻ്റെ കിട്ടും. PDF സെർച്ച് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബുക്സിൻ്റെ ഓരോ 1-2 പേജസ് ഒക്കെ മിസ്സിങ് ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏറ്റവും ബെറ്റർ ലൈബ്രറിയിൽ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ലൈബ്രറീസിന് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഒന്ന് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിൻ്റെ തന്നെ പുണ്യ എഴുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതേപോലെ തന്നെ സീവേജ് ആൻഡ് ഡിസ്പോസൽ വിത്ത് എയർ പൊല്യൂഷൻ എഞ്ചിനീയറിംഗ്, ഈ ഒരു ടെസ്റ്റ് SK ഗാർഗിൻ്റെ ടെസ്റ്റ് കാണും. ഈ 2 ടെസ്റ്റിൽ ഏതിലുള്ള ടെസ്റ്റ് എന്തായാലും എടുക്കുക. ഓക്കെ, എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 2 പഠിക്കാൻ ഈ 2 ടെക്സ്റ്റ് ബുക്കും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. കാര്യം നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പം എല്ലാ പ്രോബ്ലംസും നമുക്ക് ഓൺലൈൻ ക്ലാസ് തന്നെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യണം, ഒന്നും കൂടെ പഠിക്കുകയും വേണം. അപ്പം ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ, പ്രോബ്ലംസ് കുറച്ചും കൂടെ ഫെമിലറൈസ് ആകാൻ. ഓക്കെ, കാര്യം നിങ്ങൾക്ക് എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 2 തിയറിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് തന്നെ പ്രോബ്ലംസിനും കൊടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്സ് എടുക്കാൻ പറഞ്ഞത്. ഓക്കെ, ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ്. നിങ്ങളുടെ സാധാ ഇത്രയും നാൾ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പോലെ തന്നെ പാർട്ട് A, B, C കാണും. മൊഡ്യൂൾ 1 and 2 ആയിരിക്കും പാർട്ട് എയിൽ. പിന്നെ മറ്റേതുപോലെ തന്നെ 15 മാർക്സ് ഈച്ച് ആയിരിക്കും. പാർട്ട് ബിയിൽ മൊഡ്യൂൾ 3 and 4 ആയിരിക്കും. പാർട്ട് സിയിൽ 5 and 6 മൊഡ്യൂൾസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് മാർക്കിന് വരുന്നത്. 20 മാർക്സ് ഈച്ച് ആയിരിക്കും ഓരോ മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 1 നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ എന്താണ്, അതിന് പല പല സോഴ്സസ്, ഫ്ലോ റേറ്റ് എന്താണ്, ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ വേസ്റ്റ് വാട്ടർ എങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, ഡ്രൈ വെതർ ഫ്ലോ, അതേപോലെ തന്നെ സ്റ്റോം വാട്ടർ ഫ്ലോ, ടൈം ഓഫ് കോൺസെൻട്രേഷൻ, ഇതൊക്കെ എന്താണ്, ആ തിയറി പോർഷൻസ് ആണ് ഇതൊക്കെ. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നതാണ് സീവേഴ്സ്. സീവർ എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് സീവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം സീവേഴ്സ് എന്താണ്, അതിന് ഡിസൈൻ പല പല ഷേപ്പിലെ സീവേഴ്സ് ഉണ്ട്. റെക്ടാങ്കുലർ, സർക്കുലർ, എഗ് ഷേപ്ഡ് എന്നൊക്കെ ഉണ്ട്. അപ്പം അതിലെ ഡിസൈൻ ഓഫ് സർക്കുലർ സീവേഴ്സ് ആണ് നമുക്ക് സിലബസിൽ എടുത്തു പറയുന്നത്. അപ്പം അതിൻ്റെ ഡിസൈൻ പ്രോബ്ലംസ്. ഓക്കെ, ഇത്രയുമാണ് മൊഡ്യൂൾ 1 വരുന്നത്. അപ്പം ലാസ്റ്റ് പോർഷനിൽ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നമുക്ക് കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ബാക്കി ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ നോക്കി പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യമേ എന്താണ് വേസ്റ്റ് വാട്ടർ എന്താണെന്ന് നമുക്ക് പറയാം. അപ്പം വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? കുറച്ച് വാട്ടർ കാണും, കുറച്ച് അതായത് സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഇങ്ങനെ സസ്പെൻഡ് ആയിട്ട് കിടപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഡിസോൾഡ് ആയിട്ട് കാണുമായിരിക്കും അല്ലേ. അപ്പം വേസ്റ്റ് വാട്ടർ എന്ന് വെച്ചാൽ ഈ സിംപ്ലി ദാറ്റ് പാർട്ട് ഓഫ് ദി വാട്ടർ സപ്ലൈ ടു ദി കമ്മ്യൂണിറ്റി ഓർ ടു ദി ഇൻഡസ്ട്രി വിച്ച് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. നമ്മൾ ഒന്നെങ്കിൽ ഇൻഡസ്ട്രീസിന് സപ്ലൈ ചെയ്തിട്ടുള്ള വാട്ടർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റി റെസിഡൻഷ്യൽ ഏരിയയിലോട്ടോ കൊമേഴ്ഷ്യൽ ഏരിയയിലോട്ടൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ടായിരിക്കും, സപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം പല പർപ്പസിന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാകുന്ന വാട്ടറിനെയാണ് നമ്മൾ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. അതിൽ സോളിഡ്സിന്റെയും വാട്ടറിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. സോളിഡ് ഒന്നെങ്കിൽ ഇങ്ങനെ പൊങ്ങി സസ്പെൻഡ് ആയിട്ട് കിടക്കും, അല്ലെങ്കിൽ വെള്ളത്തിലങ്ങ് അലിഞ്ഞ് കിടക്കും, ഡിസോൾഡ് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പം വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ഇസ് ദി കോമ്പിനേഷൻ ഓഫ് 99.9% ഓഫ് വാട്ടറും ബാക്കി 0.1% സോളിഡും ആയിരിക്കും വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് വാട്ടറിനകത്തുള്ള 0.1% ഓഫ് സോളിഡ്സിനെ റിമൂവ് ചെയ്യുക എന്നതാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ മെയിൻ എയിം. ഓക്കെ, ഇനി അടുത്തത് സോഴ്സസ് ഓഫ് വേസ്റ്റ് വാട്ടർ ജനറേഷൻ. എവിടെ നിന്നൊക്കെ നമുക്ക് വേസ്റ്റ് വാട്ടർ സാധാരണ ജനറേറ്റ് ആവുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പം മെയിൻലി നമുക്ക് ആ സോഴ്സസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പോയിന്റ് സോഴ്സസും നോൺ പോയിന്റ് സോഴ്സസും. ഓക്കെ, അപ്പോൾ പോയിന്റ് സോഴ്സസ് എന്ന് വെച്ചാൽ ഈ കൃത്യം നമുക്ക് പറയാം ഇന്ന പോയിന്റിൽ നിന്ന് വേസ്റ്റ് വാട്ടർ ഉണ്ടായി. നോൺ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു കൃത്യം പോയിന്റ് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേ നമുക്ക് കാര്യം പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം പോയിന്റ് സോഴ്സസിൽ വരുന്ന എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ
ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരു വീട്ടിലെ ടോയ്ലറ്റിൽ നിന്ന് വേസ്റ്റ് വാട്ടർ ഉണ്ടാവും, നമ്മൾ ഷവർ ഉണ്ടായിരിക്കും, ഷവറിൽ നിന്ന് കുളിക്കാൻ നേരത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ ഉണ്ട്, കുക്കിംഗ് പർപ്പസിൽ നമ്മൾ വെള്ളം യൂസ് ചെയ്യും, അത് വേസ്റ്റ് ആയിട്ട് പോകും, വാഷിങ്, ലൗണ്ടറി, ഇവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് എന്ന് പറയാം. ഇനി കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ നിന്നുണ്ടാകുന്ന വെച്ചാൽ എവിടെയൊക്കെയാണ്, സ്കൂൾസിൽ നിന്ന്, ഹോസ്പിറ്റൽസ്, റെസ്റ്റോറൻറ്റ്, ചെറിയ ചെറിയ ഹോട്ടൽസ്, ഓഫീസസ്, ഇവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസിൽ പല പ്രോസസ്സിങ്ങിലും വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന വാട്ടർ എന്ന് വെച്ചാൽ വേസ്റ്റ് ആണ് അല്ലേ. അതേപോലെ തന്നെ കൂളിംഗ് വാട്ടർ ഉണ്ട്, ഈ ടർബൈൻസ് അവിടെയൊക്കെ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ കൂളിംഗ് വാട്ടർ ആയിട്ട് ബാക്കി പോകുന്നത് വേസ്റ്റായി മാറും. അപ്പം ഇതൊക്കെയാണ് പോയിന്റ് സോഴ്സസ്. കൃത്യം ഒരു പോയിന്റ് പറയാം, ഇത് ഇൻഡസ്ട്രിയിൽ നിന്നാണ്, ഇത് ഡൊമസ്റ്റിക് ആണ്, ഇത് കൊമേഴ്ഷ്യൽ ആണെന്ന് കൃത്യം എടുത്തെടുത്ത് പറയാൻ പറ്റും. അതാണ് പോയിന്റ് സോഴ്സസ്. ഇനി ഇതല്ല, ജനറലായിട്ട് വരുന്നതൊക്കെയാണ് നോൺ പോയിന്റിൽ വരുന്നത്. അതിലൊന്ന് ഇൻഫിൽട്രേഷൻ ഫ്രം ഗ്രൗണ്ട് വാട്ടർ ഇൻ ടു ദി സീവേഴ്സ്. അപ്പം സീവേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ വേസ്റ്റ് വാട്ടർ കൊണ്ടുവന്ന ഭൂമിയുടെ അടിയിൽ നമ്മൾ കൊടുക്കുന്ന പൈപ്പിനെയാണ് നമ്മൾ സീവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സീവറിനകത്ത് എവിടെയെങ്കിലും ചെറിയ ചെറിയ ക്രാക്കോ ജോയിന്റിന്റെ അവിടെ എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടല്ലോ, അപ്പം ഭൂമിയുടെ അടിയിലാണല്ലോ ഈ പൈപ്പും കൊടുക്കുന്നത്. അപ്പം ഗ്രൗണ്ട് വാട്ടർ വേണേൽ ഈ ഒരു സീവറിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അകത്തോട്ട് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഈ ഗ്രൗണ്ട് വാട്ടർ വേണമെങ്കിൽ ഈ സീവർ പൈപ്പിനകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും സ്വാഭാവികമായിട്ട് അങ്ങ് വേസ്റ്റ് വാട്ടറായി മാറും. അതൊരു സോഴ്സസ് ആണ്. അടുത്തത് ഇൻഫ്ലോ ഫ്രം സ്റ്റോം വാട്ടർ സർചാർജ് ഇൻ ടു ദി സീവർ മാൻഹോൾസ്. മാൻഹോൾസ് നമുക്കറിയാലോ, റോഡിൽ നമ്മൾ ഓടയുടെ മേളിൽ ഓട കവർ ചെയ്യാൻ വേണ്ടി ഒരു നെറ്റ് പോലെ കൊടുക്കും അല്ലേ, അത് താഴോട്ട് ഓരോ ഈ ഓടയൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇറങ്ങിപ്പോയി ക്ലീൻ ചെയ്യാനാണ് നമ്മൾ മാൻഹോൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീവേഴ്സിന്റെ മാൻഹോൾസിനെ സീവർ മാൻഹോൾസ് എന്ന് പറയും. അപ്പം ഈ ഓടയുടെ ആ കവറിങ്ങിന്റെ മേളിൽ കൂടെ സ്റ്റോം വാട്ടർ എന്ന് വെച്ചാൽ റെയിൻ വാട്ടറാണ്, മഴവെള്ളം ഈ റോഡിൽ കൂടെ ഫ്ലോ ചെയ്ത് ഈ വേണമെങ്കിൽ ഈ മാൻഹോൾ വഴി താഴത്തെ പൈപ്പിലോട്ട്, നമ്മുടെ സീവറിന്റെ പൈപ്പിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും വേസ്റ്റ് വാട്ടറായി മാറും അല്ലേ, അതൊരു സോഴ്സ് ആണ്. അതേപോലെ തന്നെ കമ്പൈൻഡ് സ്റ്റോം അല്ലെങ്കിൽ സീവർ ഓവർഫ്ലോസ് എന്ന് വെച്ചാൽ ഈ ഓടയൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുമല്ലോ, ആ സമയത്ത് അങ്ങ് കുറെ അങ്ങ് ഓവർഫ്ലോ ആയി മാറും. പിന്നീട് പതുക്കെ അതങ്ങ് ബാക്കി സീവറിലോട്ട്, വേറെ സൈഡിലോട്ടുള്ള സീവറിലോട്ട് അങ്ങ് പോയി ചാടും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഓവർഫ്ലോ ആയി മാറിയതും പിന്നീട് മഴയായി വരുന്ന എല്ലാം കൂടെ വേറൊരു സൈഡിലോട്ടുള്ള മാൻഹോൾ വഴി സീവറിനകത്ത് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതൊരു സോഴ്സാണ്. അതേപോലെ തന്നെ ഈ സ്ട്രീറ്റിലൊക്കെ ഉണ്ടാകുന്ന റൺ ഓഫ് എന്ന് വെച്ചാൽ ഈ സാൻഡിന്റെയും പെട്രോളിയം, ടയറിന്റെ റെസിഡ്യൂസ്, ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ പോലെ വെള്ളം അല്ലെങ്കിൽ ഈ മഴവെള്ളത്തിന്റെ കൂടെ ഈ പെട്രോളിന്റെയും അതേപോലെ തന്നെ ടയറിന്റെ ഒക്കെ റെസിഡ്യൂസ് ഒക്കെ വേണമെങ്കിൽ വേസ്റ്റ് വാട്ടറായി മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് വേസ്റ്റ് വാട്ടർ ജനറേഷൻ. നമുക്ക് സിലബസിലെടുത്ത് പറയുന്നുണ്ട് വേസ്റ്റ് വാട്ടർ എന്താണ്, അതിന്റെ സോഴ്സസ് എന്താണെന്നുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി ഹൗസ് ഹോൾഡ് വേസ്റ്റ് വാട്ടറിനെ നമുക്ക് മെയിൻലി 4ആയിട്ട് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഗ്രേ വാട്ടർ. ഗ്രേ വാട്ടറിൽ വരുന്ന വാട്ടർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, വാഷിംഗ് വാട്ടർ, ബാത്റൂമിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ, അതേപോലെ തന്നെ ലൗണ്ടറീസ്, ഈ വാഷിംഗ് കൂടുതൽ നടക്കുന്ന സ്ഥലത്തിനാണ് ലൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന വാഷിംഗ് വാട്ടറിനെയൊക്കെ നമുക്ക് ഗ്രേ വാട്ടർ ആയിട്ട് പറയാം. അപ്പം ഇതില് യൂറിൻ, അതേപോലെ തന്നെ ഫീസസ് എന്ന് വെച്ചാൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ, അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആകുന്നില്ല. ഗ്രേ വാട്ടറിനകത്ത് ജസ്റ്റ് ഈ വാഷ് ചെയ്യുമ്പോൾ കുക്കിങ്ങിന്റെ അവിടെ അല്ലെങ്കിൽ കിച്ചണിൽ അവിടെ യൂസ് ചെയ്യുന്ന വാഷിംഗ് വാട്ടർ, ബാത്റൂമിന്റെ അവിടെ നിന്ന് ഉണ്ടാകുന്നത്, ലൗണ്ടറീസ് ഉണ്ടാകുന്ന എല്ലാം വാഷിംഗ് വാട്ടർ ഒക്കെയാണ് ഗ്രേ വാട്ടറിൽ വരുന്നത്. ഇതിൽ യൂറിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റയുടെ ഒന്നും പ്രസൻസ് ഇല്ല. ഇനി അടുത്തത് ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റ് ഉണ്ടല്ലോ, ടോയ്ലറ്റിൽ നിന്ന് ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ ആണ്. അപ്പൊ അതിൽ എന്തൊക്കെയായിരിക്കും, ഹ്യൂമൻ എക്സ്ക്രീറ്റ, അതേപോലെ തന്നെ ഫീസസ്, അതേപോലെ തന്നെ യൂറിന്റെ ഒക്കെ പ്രസൻസ് കാണും. ഓക്കെ, ഇനി യെല്ലോ വാട്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടോയ്ലറ്റും അതേപോലെ തന്നെ യൂറിനൽസിൽ നിന്നുണ്ടാകുന്ന വാട്ടർ ആണ്. അതിൽ യൂറിൻ ആയിരിക്കും കൂടുതലും. ഓക്കെ, അവിടെ നമ്മൾ ഹ്യൂമൻ എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ ഫീസസിന്റെ പ്രസൻസ് കാണത്തില്ല. അവിടെ ആ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറും പിന്നെ യൂറിന്റെ പ്രസൻസേ ഉള്ളായിരിക്കും. അതുകൊണ്ടാണ് അതിനെ യെല്ലോ വാട്ടർ എന്ന് പറയുന്നത്. ഇനി ബ്രൗൺ വാട്ടർ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് വാട്ടർ ഇല്ലേ, ആ സെയിം തന്നെ വിത്തൗട്ട് യൂറിൻ അല്ലെങ്കിൽ യെല്ലോ വാട്ടർ കാണത്തില്ല.
അതിൽ ജസ്റ്റ് എന്താണ് ഫീസസിൻ്റെ പ്രസൻസേ കാണത്തുള്ളൂ. ഫീസസും അവിടെ നിന്നുണ്ടാകുന്ന ആ ഒരു ഫ്ലഷ് വാട്ടറിൻ്റെ പ്രസൻസേ കാണത്തുള്ളൂ. അവിടെ യൂറിൻ കാണത്തില്ല. അതുകൊണ്ടാണ് അതിനെ ബ്രൗൺ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൗസ് ഹോൾഡ് വാട്ടറിനെ ഈ പറഞ്ഞ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നോക്കിയിട്ട് പോകട്ടോ. നിങ്ങൾക്ക് പല ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഗ്രേ വാട്ടർ ഇസ് കോമ്പിനേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് പല ഓപ്ഷൻസ് തരും. നിങ്ങൾക്ക് അപ്പം ടിക്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ മിക്കവാറും ചോദിക്കുന്നതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തത് വൈ വേസ്റ്റ് വാട്ടർ കളക്ഷൻ ഇസ് റെക്വേർഡ്. എന്തുകൊണ്ടാണ് വേസ്റ്റ് വാട്ടർ നമുക്ക് എന്താണ് കളക്ട് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ എസ്ക്രീറ്റ, ഹ്യൂമൻ എസ്ക്രീറ്റ, യൂറിൻ, അതുപോലെ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നിന്നൊക്കെ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടായി വരും. അപ്പം എന്താണ്, മൊത്തത്തിൽ ഒരു അൺഹൈജീനിക് കണ്ടീഷൻ ആകും. അപ്പം പ്രോപ്പർ കളക്ഷൻ അല്ലെങ്കിൽ കൺവെയൻസ്, ട്രീറ്റ്മെൻറ്റ്, ഡിസ്പോസൽ ഒന്നും ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു അൺഹൈജീനിക് കണ്ടീഷനിലോട്ട് സിറ്റുവേഷൻ അങ്ങനെ ആയി മാറും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേസ്റ്റ് വാട്ടർ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യണമെന്നും ട്രീറ്റ് ചെയ്യണമെന്നും ഡിസ്പോസ് ചെയ്യണമെന്നും പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ റീസൺ. ഇനി നമുക്ക് കുറച്ച് ടേംസ് നോക്കിയാലോ. ഈ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ അങ്ങോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് ടേംസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് പിന്നീട് അങ്ങോട്ട് പല പ്രാവശ്യം ഈ ടേംസ് കേൾക്കുമ്പോൾ ഇന്ന കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ സീവേജ്. ഓക്കെ, നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ മൊഡ്യൂളിലും കാണാൻ പോകുന്ന ഒരു വേർഡാണ് സീവേജ് എന്ന് പറഞ്ഞാൽ. സീവേജ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് എന്താണ്, വേസ്റ്റ് വാട്ടർ എന്ന് തന്നെയാണ്. സീവേജ് എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ ജനറേറ്റഡ് ഇൻ ലാട്രൈൻസ് ഈസ് നോൺ ആസ് സീവേജ്. അപ്പം ഈ കൂടുതലും നമുക്ക് ഒരു വീട്ടിലെ അല്ലെങ്കിൽ ലാട്രൈൻസിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ നമുക്ക് സീവേജ് എന്ന് പറയാം. ഓക്കെ, ലാട്രൈൻ എന്ന് പറയുമ്പോൾ ഈ ടോയ്ലറ്റ് ഒക്കെ തന്നെ. ഇനി സള്ളേജ് എന്നൊരു ടേം ഉണ്ട്. സള്ളേജ് എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ ജനറേറ്റഡ് ഇൻ ബാത്റൂംസ് ആൻഡ് കിച്ചൺ. ഓക്കെ, ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിനാണ് നമ്മൾ സള്ളേജ് എന്ന് പറയുന്നത്. മറ്റേത് ലാട്രൈൻ, ടോയ്ലറ്റിൽ നിന്നും ഉണ്ടാകുന്നതാണ് നമ്മൾ കൂടുതലും സീവേജ് എന്ന ടേമാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് കിച്ചണിൽ നിന്നും ബാത്റൂമിൽ കുളിക്കുന്ന അവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന, ഷവറിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ നമുക്ക് സള്ളേജ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ടേം സോയിൽ പൈപ്പ്. ഓക്കെ, സോയിൽ പൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സീവേജ് ഇല്ലേ, സീവേജിനെ കൺവേ ചെയ്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന പൈപ്പിനെയാണ് നമ്മൾ സോയിൽ പൈപ്പ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേസ്റ്റ് പൈപ്പ് എന്ന് വെച്ചാൽ സള്ളേജിനെ കൺവേ ചെയ്തുകൊണ്ട് പോകുന്ന പൈപ്പിനെയാണ് വേസ്റ്റ് പൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടേം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ. അത് നമുക്കറിയാം, ഇറ്റ് ഈസ് ദി വേസ്റ്റ് വാട്ടർ ജനറേറ്റഡ് ഫ്രം ദി ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഏരിയാസ്. അപ്പം അതിനകത്ത് എന്താണ്, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രസൻസ് കാണും, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇനി അടുത്ത ടേമാണ് നൈറ്റ് സോയിൽ. ഈ ഒരു ടേം ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങളുടെ ഫസ്റ്റ് KTU ബാച്ചിൽ അവർക്ക് എനിക്കൊന്ന് മൊഡ്യൂൾ 1 ആണല്ലോ, മൊഡ്യൂൾ 1 ടെയിൽ 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടോ അങ്ങനെ എന്തോ വാട്ട് ഈസ് നൈറ്റ് സോയിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നൈറ്റ് സോയിൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടേം യൂസ് ടു ഇൻഡിക്കേറ്റ് ദി ഹ്യൂമൻ ആൻഡ് ആനിമൽ എസ്ക്രീറ്റ. ഹ്യൂമൻ്റെയും ആനിമൽ എസ്ക്രീറ്റയുടെയും ഒരു മൊത്തത്തിൽ അതിനെ എല്ലാം കൂടെ ഒന്ന് കോമൺ ആയിട്ട് പറയുന്ന ടേമാണ് നൈറ്റ് സോയിൽ എന്ന്. ഓക്കെ, ഇനി അടുത്തത് സാനിറ്ററി സീവേജ്. ഓക്കെ, സാനിറ്ററി സീവേജ് എന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സിലൊക്കെ സീവേജ് ഒറിജിനേറ്റ് ചെയ്യും അല്ലേ, അതിനെല്ലാം കൊണ്ട് നമുക്ക് സാനിറ്ററി സീവേജ് എന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതിനൊരു ഫൗൾ സ്മെൽ നേച്ചറൊക്കെ ആയിരിക്കും. അതിൽ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണെന്ന് വെച്ചാൽ ഈ വാഷ് ചെയ്യുന്നതിൻ്റെ അവിടുത്തെ ബേസിൽ നിന്നുണ്ടാകുന്നത് യൂറിനൽസ്, വാട്ടർ ക്ലോസറ്റ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഓഫീസ് ബിൽഡിങ്, ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് നമ്മൾ സാനിറ്ററി സീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ എന്ന ടേം കൊണ്ട് വേണമെങ്കിൽ നമുക്കതിനെ റെഫർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോം വാട്ടർ. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത് റെയിൻ വാട്ടർ ആണ്. ഓക്കെ, റെയിൻ വാട്ടർ ഓഫ് ദി ലൊക്കാലിറ്റീനെയാണ് നമ്മൾ സ്റ്റോം വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സബ്സോയിൽ വാട്ടർ. അതെന്താണ്, ഗ്രൗണ്ട് വാട്ടർ ദാറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദി സീവേഴ്സ് ത്രൂ ലീക്കേജസ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീവറിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ അതിൽ ത്രൂ സീവറിലോട്ട് കിടക്കും. അപ്പം അങ്ങനെ വരുന്ന വാട്ടറിനെ നമുക്ക് സബ്സോയിൽ വാട്ടർ എന്ന ടേം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും ടേംസ് ഒന്ന് നോക്കിയിട്ട് പോകണം. ഇനി അടുത്തത് നമ്മൾ മൊഡ്യൂളിലോട്ട് കടക്കുവാണ്. സീവർ സിസ്റ്റം എന്താണെന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വേസ്റ്റ് വാട്ടറിനെ അല്ലെങ്കിൽ സീവേജിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പൈപ്പിനെ നമുക്ക് സീവർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അങ്ങനെ കുറേ പൈപ്പുകൾ കൂടുന്നതായിരിക്കും
ഈ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്ത് പോകണമെങ്കിൽ ഒറ്റ പൈപ്പ് പോരായിരിക്കും, പല പല പൈപ്പിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം അതിൻ്റെ എല്ലാം കോമ്പിനേഷനെ പറയുന്ന പേരാണ് സീവർ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പം എ സീവർ സിസ്റ്റം ഈസ് എ നെറ്റ്വർക്ക് ഓഫ് പൈപ്സ് യൂസ് ടു കൺവേ സ്റ്റോം റൺ ഓഫ് ഓർ വേസ്റ്റ് വാട്ടർ ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിലെ വേസ്റ്റ് വാട്ടറിനെയോ അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ റെയിൻ വാട്ടർ ഇല്ലേ, റെയിൻ വാട്ടർ മാത്രം കൊണ്ടുപോകുന്ന പൈപ്പും കാണും, നെറ്റ്വർക്ക് ഓഫ് പൈപ്പ്സും ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് സീവർ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് സീവേജ് എന്താന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സീവേജ് ഇസ് എ വാട്ടർ ക്യാരിഡ് വേസ്റ്റ് ഇൻ സൊല്യൂഷൻ ഓർ സസ്പെൻഷൻ ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി റിമൂവ് ഫ്രം എ കമ്മ്യൂണിറ്റി. നമ്മൾ റിമൂവ് ചെയ്യണം അല്ലേ. അപ്പം ഓൾസോ നോൺ ആസ് വേസ്റ്റ് വാട്ടർ. ഇറ്റ് ഈസ് മോർ ദാൻ 99% വാട്ടർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, അതിൻ്റെ വോളിയം വെച്ചിട്ട്, റേറ്റ് ഓഫ് ഫ്ലോ വെച്ചിട്ട്, ഫിസിക്കൽ കണ്ടീഷൻ, കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, ബയോളജിക്കൽ ഓർഗാനിസം, ഇതിൻ്റെയൊക്കെ പ്രസൻസ് അനുസരിച്ച് നമുക്ക് പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സീവേജിനെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വേസ്റ്റ് വാട്ടർ ഫ്ലോ റേറ്റ് എന്താണ്? വേസ്റ്റ് വാട്ടർ ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. Okay, in order to determine the section of the sewer, it is essential to know the total quantity of wastewater or sewage that would flow through the sewer. Okay, നമുക്കൊരു ടൗൺ ഉണ്ട്. ആ ടൗണിന് വേണ്ടി നമ്മളൊരു സീവർ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു നമ്മളോട്. അപ്പോൾ ആ സീവറിനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ, ഒരു സർക്കുലർ സീവറാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ സെക്ഷൻ എന്തുമാത്രം ഡയമീറ്റർ വേണ്ടതാണ്, അല്ലെങ്കിൽ എന്തുമാത്രം ലെന്ത് വേണം എന്നൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? ആ ഒരു ടൗണിൽ നിന്ന് എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ ഡെയിലി അവിടുന്ന് കളക്ട് ചെയ്ത് പോകണം എന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ ഫ്ലോ റേറ്റിൽ പറയാൻ പോകുന്നത്. അപ്പം ദ ടോട്ടൽ വേസ്റ്റ് വാട്ടർ ഫ്ലോ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 2 കമ്പോണൻസ്. രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡ്രൈ വെതർ ഫ്ലോയും സ്റ്റോം വാട്ടർ ഫ്ലോയും. ഓക്കെ, ഡ്രൈ വെതർ ഫ്ലോ, രണ്ടാമത്തത് സ്റ്റോം വാട്ടർ ഫ്ലോ. ഡ്രൈ വെതർ ഫ്ലോനെ നമുക്ക് DWF എന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഡ്രൈ വെതർ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ഫ്ലോ ത്രൂ ദി സീവേഴ്സ് ദാറ്റ് വുഡ് നോർമലി ബി അവൈലബിൾ ഡ്യൂറിങ് നോൺ റെയിൻഫോൾ പീരിയഡ്. എന്ന് വെച്ചാൽ റെയിൻഫോൾ ഇല്ലാത്ത പീരീഡ് എന്ന് വെച്ചാൽ കൂടുതലും സമ്മർ സീസണിൽ സീവർ കൂടെ പോകാൻ ചാൻസ് ഉള്ള ഫ്ലോ ഉണ്ടല്ലോ, വേസ്റ്റ് വാട്ടറിന്റെ ഫ്ലോ ഉണ്ടല്ലോ, അതിനാണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ സമയത്ത് ആ സീവർ പൈപ്പിൽ കൂടെ ജസ്റ്റ് വേസ്റ്റ് വാട്ടറേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നോ കൊമേഴ്ഷ്യൽ ഏരിയയിൽ നിന്നോ അവിടെ നിന്ന് ഉണ്ടാകുന്ന മാത്രമായിട്ടുള്ള വേസ്റ്റ് വാട്ടറേ ഉണ്ടാകത്തുള്ളൂ. അവിടെ മഴവെള്ളത്തിന്റെ പ്രസൻസ് അവിടെ കാണത്തില്ല. അതിനാണ് ഡ്രൈ വെതർ ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഡ്രൈ വെതർ ഫ്ലോ രണ്ട് സീവേജിന്റെ കോമ്പിനേഷൻ ആണെന്ന് പറയാം. ഒന്ന് ഡൊമസ്റ്റിക് സീവേജ്, രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ. ഒന്നെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറോ വരാം, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറോ അതിനകത്ത് വരാം ഡ്രൈ വെതറിൽ. ഓക്കെ, ഇനിയും നമ്മൾ സീവർ ഡിസൈൻ ചെയ്യുമ്പോൾ ഡ്രൈ വെതർ ഫ്ലോ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ദ ഡ്രൈ വെതർ ഫ്ലോ ഇസ് ഓൾസോ സംടൈംസ് നോൺ ആസ് സാനിറ്ററി സീവേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ഓക്കെ, അപ്പം മെയിൻലി 4 സോഴ്സസ് നമുക്ക് ഈ ഒരു ഡ്രൈ വെതർ ഫ്ലോയിൽ പറയാം. ഒന്ന് ഡൊമസ്റ്റിക് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞില്ലേ ഡൊമസ്റ്റിക് സീവേജ് എന്ന്, ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ വരും. അതിൽ ഹൗസസിലുള്ള വാട്ടർ ക്ലോസറ്റ്, അതാണ് WC എന്ന് വെച്ചാൽ വാട്ടർ ക്ലോസറ്റ്. പിന്നെ ബാത്റൂമിൽ നിന്നുള്ളത്, യൂറിനൽ നിന്നുള്ളത്, വാഷ് ബേസിൽ നിന്നുള്ളതൊക്കെ ഈ ഒരു ഡ്രൈ വെതർ ഫ്ലോയിൽ വേണമെങ്കിൽ പറയാം. പിന്നെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, പബ്ലിക് ഫെസിലിറ്റീസിലുള്ള വേസ്റ്റ് വാട്ടർ, പിന്നെ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് സീവറിലോട്ട് കയറി വരുന്ന ലീക്കേജ് ത്രൂ വരുന്ന വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ഡ്രൈ വെതർ ഫ്ലോയിൽ പറയാം. ഓക്കെ, കൂടുതൽ ഇത് എപ്പോഴാണ് നോൺ റെയിൻഫോൾ ടൈമിൽ, നോൺ സ്റ്റോം വാട്ടർ ഒന്നും ഇല്ലാത്ത ടൈമിലായിരിക്കും ഈ ഒരു ഡ്രൈ വെതർ ഫ്ലോ നമ്മുടെ സീവർ ത്രൂ എന്താ പറയുക കളക്ട് ചെയ്ത് കൺവേ ചെയ്ത് പോകാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ദ ഫ്ലോ ഓഫ് വേസ്റ്റ് വാട്ടർ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, വേസ്റ്റ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ടൗണിന് വേണ്ടിയാണുള്ളതാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആദ്യമേ അവിടുത്തെ പോപ്പുലേഷൻ അറിയണം അല്ലേ. ഇപ്പം 100,000 ആൾക്കാരുള്ളൊരു ടൗണാണെന്ന് വിചാരിക്കുക. ടോട്ടൽ ആ ടൗണിൽ നിന്ന് എന്തുമാത്രം വേസ്റ്റ് വാട്ടർ ഡെയിലി ഉണ്ടാകുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരാൾ ഒരു ദിവസം എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. ഇൻറ്റു അടുത്ത പോപ്പുലേഷൻ ചെയ്താൽ പോരെ, ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടുമല്ലോ. അതാണ് എഴുതിയിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഈക്വൽ ടു പെർ ക്യാപിറ്റ സീവേജ് കോൺട്രിബ്യൂട്ടഡ് പെർ ഡേ. എന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ ഒരു ദിവസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സീവേജ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ എത്രയാണ്, ഇൻറ്റു അവിടുത്തെ പോപ്പുലേഷൻ ചെയ്താൽ ടോട്ടൽ
വേസ്റ്റ് വാട്ടർ ക്വാണ്ടിറ്റി കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ എന്നൊരു ടേം എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 1 പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അപ്പോഴും നമ്മൾ ഈ സെയിം ഇക്വേഷനാണ് യൂസ് ചെയ്തത്. ഒരാൾക്ക് ഒരു ദിവസം എന്തുമാത്രം വെള്ളം വേണ്ടി വരും ഇൻഡ്യൂ പോപ്പുലേഷൻ ചെയ്തല്ലേ, അങ്ങനെയായിരുന്നല്ലോ അവിടെ നമ്മൾ പറഞ്ഞത്. ഇതിലും അതുപോലെ തന്നെ ഒരാൾ ഒരു ദിവസം എന്തുമാത്രം സീവേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതേ ഇൻഡ്യൂ പോപ്പുലേഷൻ ചെയ്താൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ ഫ്രം എ ടൗൺ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഡ്രൈ വെതർ ഫ്ലോ ഇല്ലേ, അതിനെ എഫക്റ്റ് ചെയ്യുന്ന മെയിൻ 4 ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ. അങ്ങോട്ട് എന്തുമാത്രം വാട്ടറാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, എന്നാലേ നമുക്ക് അവിടുത്തെ വേസ്റ്റ് വാട്ടർ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത് അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ്. മൂന്നാമത്തത് ടൈപ്പ് ഓഫ് ഏരിയ സെർവ്ഡ്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഏരിയ ആണത്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ഇൻഫിൽട്രേഷൻ ഉണ്ടോ ഇല്ലയോ അതിനെ പറ്റിയൊക്കെ ഉള്ളത്. ഇങ്ങനെ മെയിൻലി 4 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഓരോന്നും നോക്കാം. ഓക്കെ, അതിലൊന്ന് റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ. എന്താന്ന് വെച്ചാൽ ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ കമ്മ്യൂണിറ്റി വുഡ് നാച്ചുറലി ഡിപ്പെൻഡ് അപ്പോൺ ദി റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ പെർ ക്യാപിറ്റൽ പെർ ഡേ. എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്ഥലത്തിലോട്ട് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് പറയുന്നതെങ്കിൽ ആ റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് എന്തുമാത്രം വാട്ടർ, ഒരാൾക്ക് ഒരു ദിവസം എന്തുമാത്രം വാട്ടറാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ആള് ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ. ആൾക്ക് എന്തുമാത്രം വെള്ളം കിട്ടി എന്നാലല്ലേ അതിൽ നിന്ന് എന്തുമാത്രം വേസ്റ്റ് വാട്ടർ ആയിട്ട് മാറും എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ എൻട്രിങ് ദി സീവർ വുഡ് ബി ലെസ് ദാൻ ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈഡ്. ഓക്കെ, നമ്മൾ സപ്ലൈ ചെയ്യുന്ന അത്രയും വാട്ടറും വേസ്റ്റ് വാട്ടർ ആയിട്ട് മാറുമോ? ഇല്ല. അതിനനുസരിച്ച് ലെസ് ആയിട്ടുള്ളതായിരിക്കും വേസ്റ്റ് വാട്ടർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുമ്പം പല പർപ്പസിലും യൂസ് ചെയ്തിട്ട് അങ്ങ് ലോസ് ടൈം മാറും. എന്ന് വെച്ചാൽ കുക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യും, കുറച്ച് ഇവാപ്രേഷൻ ആയി പോകും, കുറച്ച് നമ്മൾ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും, ഇൻഡസ്ട്രിയൽ കൺസപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പുല്ലൊക്കെ നനയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കിയായിരിക്കും വേസ്റ്റ് വാട്ടർ ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് കിട്ടുന്ന അത്രയും വേസ്റ്റ് വാട്ടർ ആയിട്ട് മാറാത്തത്, കുറച്ച് നമ്മൾ യൂസ് ചെയ്തു അല്ലേ. അതുകൊണ്ട് ഇതിനെല്ലാം കൂടെ നമുക്ക് ജനറലി പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് വേസ്റ്റ് ജനറേഷൻ ക്വാണ്ടിറ്റി ഈസ് 80% ഓഫ് ദി റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ. എന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്തതിൻ്റെ 80% മാത്രമായിരിക്കും വേസ്റ്റ് വാട്ടർ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. കറക്റ്റ് 80% എന്നല്ല, 70 to 80% ഓഫ് വാട്ടർ സപ്ലൈഡ് വിൽ ബി കൺവേർട്ടഡ് ടു വേസ്റ്റ് വാട്ടർ. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ സപ്ലൈ ചെയ്ത് 100% ഓഫ് വെള്ളം നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 70 to 80% മാത്രമേ എന്താവുന്നുള്ളൂ, വേസ്റ്റ് വാട്ടർ ആയി മാറുന്നുള്ളൂ. ബാക്കി ഒരു 30%ഓളം അവിടുത്തെ ആൾക്കാർ പല പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത് അങ്ങ് ലോസ്റ്റ് ആയി മാറും. ഓക്കെ, ഇനി അടുത്തത് പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വാട്ടർ സപ്ലൈ പ്രൊജക്റ്റ് ഒക്കെ ഇല്ലേ, അതിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മളൊരു സീവേജ് സിസ്റ്റം, അതിനാണ് സീവറേജ് പ്രൊജക്ട് എന്ന് വെച്ചാൽ സീവർ സിസ്റ്റത്തിനെയാണ് നമ്മൾ സീവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീവറേജ് പ്രൊജക്ട് എന്ന് വെച്ചാൽ സീവർ പൈപ്പിൻ്റെ ഒക്കെ ഡിസൈൻ നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 1 നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു പൈപ്പ്, വെള്ളം കൊണ്ടുപോകുന്ന വാട്ടർ സപ്ലൈക്ക് വേണ്ടിയുള്ള പൈപ്പൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള പോപ്പുലേഷന് വേണ്ടി ആയിരിക്കുമോ ഡിസൈൻ ചെയ്യുന്നത്? ആയിരിക്കില്ല അല്ലേ. നമ്മളൊരു 10-30 വർഷത്തേക്ക് വേണ്ടി, ഫ്യൂച്ചർ പോപ്പുലേഷന് വേണ്ടിയായിരിക്കും നമ്മൾ പൈപ്പൊക്കെ ഡിസൈൻ ചെയ്തത്. ഒരു 30 വർഷത്തേക്ക് എങ്ങനെ ആയിരിക്കും പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ നോക്കി അന്ന് അത്രയും ആൾക്കാരുണ്ടെങ്കിൽ എന്തുമാത്രം വെള്ളം വേണ്ടി വരും, അതിനനുസരിച്ചുള്ള പൈപ്പിൻ്റെ ഒക്കെ ഡിസൈൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകുന്ന പൈപ്പൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പോപ്പുലേഷൻ ഗ്രോത്ത് ഡിസൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള പോപ്പുലേഷൻ കണ്ടുപിടിച്ചിട്ട് അന്ന് അത്രയും ആൾക്കാരുണ്ടെങ്കിൽ അതനുസരിച്ച് വലിയ പൈപ്പൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു ഫാക്ടറും കൂടെ നമ്മൾ ഈ ഒരു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്രൈ വെതർ ഫ്ലോയിൽ നമ്മൾ നോക്കും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് വാട്ടർ സപ്ലൈ പ്രോജക്ട്, എ സീവറേജ് പ്രോജക്ട് ഈസ് ഓൾസോ ഡിസൈൻഡ് ടു സെർവ് നോട്ട് ഓൺലി ദി പ്രസന്റ് പോപ്പുലേഷൻ ബട്ട് ഓൾസോ ദി ഫ്യൂച്ചർ പോപ്പുലേഷൻ. ഓക്കെ, അപ്പം ആ ഒരു പീരീഡിനെ നമുക്ക് ഡിസൈൻ പീരീഡ് എന്ന് പറയാം. ഓക്കെ, ദ ഫ്യൂച്ചർ പോപ്പുലേഷൻ ഫോർ വിച്ച് ദ സീവറേജ് പ്രോജക്ട് ഈസ് ഡിസൈൻഡ്, അതിനെ നമുക്ക് ഡിസൈൻ പോപ്പുലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം പല രീതിയിൽ നമുക്ക് ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കാം അല്ലേ. നിങ്ങൾ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 1 പറഞ്ഞിരുന്നു, പല മെത്തേഡ്സിൽ നമുക്ക് ഓരോ പർട്ടിക്കുലർ സിറ്റിക്കും ഉണ്ടാകാൻ ചാൻസ് ഉള്ള പോപ്പുലേഷൻ്റെ ആ ഒരു ഗ്രോത്തിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ പല മെത്തേഡ്സ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്, ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്, അങ്ങനെ
നിങ്ങൾ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 1 പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ഇന്ന മെത്തേഡ്സിലൊക്കെ വെച്ച് തന്നെ ആയിരിക്കും നമ്മൾ നമുക്ക് വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകേണ്ട പൈപ്പ് അല്ലെങ്കിൽ സീവറേജ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന പോപ്പുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇന്ന മെത്തേഡ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽക്കുലേഷനോ പ്രോബ്ലംസ് ഒന്നും എന്തായാലും കാണത്തില്ല. ഇന്ന മെത്തേഡ്സ് ഉണ്ടെന്നൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഓക്കെ, ഇനി in case the desired information on population is not available in the master plan of the town. ഓക്കെ, നമുക്ക് പോപ്പുലേഷനെ പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു ടൗണിൻ്റെ മാസ്റ്റർ പ്ലാനിൽ കിട്ടിയില്ലെങ്കിൽ the density given in following table may be adopted as suggested by the manual on sewage and sewage treatment prepared by the CPHEEO. ഓക്കെ, നമുക്ക് മാസ്റ്റർ പ്ലാനിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്ത ഒരു മാനുവൽ ഉണ്ട് സീവേജ് ആൻഡ് സീവേജ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി. ഓക്കെ, ആ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതെന്താന്ന് വെച്ചാൽ ആദ്യത്തത് 5000 പോപ്പുലേഷൻ ഉള്ള ഒരു ടൗൺ ആണെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ പെർ ഹെക്ടർ എന്ന് പറയുന്നത് 75 to 150 ആയിരിക്കും. ഓക്കെ, ഇനിയും 5000-ൻ്റെയും 20,000 ഇടയ്ക്കാണ് പോപ്പുലേഷൻ എങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 150 to 250 ആണ്. അതനുസരിച്ച് 20,000-ൻ്റെയും 50,000 ആണെങ്കിൽ അങ്ങനെ മാറും. അങ്ങനെ ലാസ്റ്റ് എബോവ് 1 lakh ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ പെർ ഹെക്ടർ എന്ന് പറയുന്നത് 350 to 1000 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഈ ഒരു ടേബിൾ വേണമെങ്കിൽ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു എങ്ങനെയാണ് പൈപ്പ് ഡിസൈൻ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഈ എഫക്റ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ്റെ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് സീവേജ് പ്രൊഡക്ഷൻ എന്തുമാത്രം അവിടെ നിന്ന് വേസ്റ്റ് വാട്ടർ എന്തുമാത്രം ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൗണിലെ പോപ്പുലേഷൻ ബിലോ 2 lakh ആണെങ്കിൽ അങ്ങോട്ട് നമ്മൾ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് വെള്ളം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ ആ ഒരു യൂണിറ്റിലാണ്. 130 to 160 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് നമുക്ക് സീവേജ് ആയിട്ട് 110 to 120 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ ആയിരിക്കും ഉണ്ടാകുന്നത്. 2 to 5 lakh ആണെങ്കിൽ അതനുസരിച്ച് മാറും, 5 to 10 lakh ആണെങ്കിൽ അതനുസരിച്ച് മാറും, മോർ ദാൻ 10 lakh ആണെങ്കിൽ അതനുസരിച്ച് മാറും. ഈ വാല്യൂസ് നിങ്ങൾ കാണപ്പെടാൻ പഠിക്കണ്ട, ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ അതിൻ്റെ ഒരു 70 to 80% ആയിരിക്കും സീവേജ് പ്രൊഡക്ഷനായിട്ട് മാറുന്നത്. ഓക്കെ, ഗ്രോത്ത് അനുസരിച്ച് പോപ്പുലേഷൻ ഗ്രോത്ത് അനുസരിച്ച് ആ വാല്യൂവിൽ മാറ്റം വരും. ഇപ്പം മോർ ദാൻ 10 lakh ആയപ്പോഴേക്കും മോർ ദാൻ 10 lakh ഉള്ള ഒരു പോപ്പുലേഷൻ ഉള്ള ഒരു ടൗൺ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ദിവസം 200 ലിറ്റർ അല്ലെങ്കിൽ 200 തൊട്ട് 250 ലിറ്റർ വരെ നമ്മൾ ഒരാൾക്ക് ഒരു ദിവസം അങ്ങോട്ട് വെള്ളം സപ്ലൈ ചെയ്യും. അതനുസരിച്ച് അവിടുത്തെ സീവേജ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 180 തൊട്ട് 200 വരെ ആകും. കാര്യം വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിരിക്കും, അവിടെയൊക്കെ ഒത്തിരി വാട്ടർ അവർ യൂസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് വെള്ളം വേസ്റ്റ് വാട്ടറായി മാറുകയും ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ടേബിൾ അങ്ങനെ കാണാപ്പാടം പഠിക്കണമെന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഡിസൈൻ പീരീഡ്സ് ആണ്. ഡിസൈൻ പീരീഡ് എന്ന് വെച്ചാൽ അറിയാലോ, എത്ര നാളത്തേക്ക് ആ ഒരു നമ്മൾ പറയാൻ പോകുന്ന സിസ്റ്റം ഡിസൈൻ ചെയ്യണം, അതിനാണ് ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു സീവർ എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകുന്ന ആ ഒരു കൺവേ പൈപ്പിനൊക്കെയാണ് പറയുന്നത് എന്ന്. ഓക്കെ, അപ്പം ഈ സീവറിൽ യൂസ് ചെയ്യുന്ന പല പല ബ്രാഞ്ചസ് ഓഫ് സീവേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് 30 വർഷത്തേക്കായിരിക്കണം. പിന്നെ പമ്പിങ് സ്റ്റേഷൻ അതും 30 വർഷത്തേക്ക് വേണം ഡിസൈൻ ചെയ്യാൻ. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 30 yearsലേക്കായിരിക്കണം. പമ്പിങ് മെഷീനറീസ് ഉണ്ടായിരിക്കും, അത് പക്ഷേ നമുക്ക് 30 വർഷത്തേക്കൊന്നും ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, അത് 15 yearsലേക്കായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കിട്ടുന്ന വാട്ടർ നമ്മൾ എഫ്ലുവൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആ എഫ്ലുവൻ്റ് ഡിസ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റം നമ്മൾ 30 വർഷത്തേക്കായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസൈൻ പീരീഡൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഇനി അടുത്തത് നമ്മൾ 2 ഫാക്ടേഴ്സ് പറഞ്ഞു അല്ലേ, റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈയും പറഞ്ഞു, പോപ്പുലേഷൻ ഗ്രോത്തും പറഞ്ഞു. അടുത്തത് ടൈപ്പ് ഓഫ് ഏരിയ സെർവ്ഡ്. ഓക്കെ, അപ്പം നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ദി ഏരിയ ടു ബി സെർവ്ഡ് ഈസ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ. ഏത് ടൈപ്പ് ഓഫ് ഏരിയ ആണ് അതനുസരിച്ച് അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നതും മാറും.
ഓക്കെ, ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദി റെസിഡൻഷ്യൽ ഏരിയ ഡയറക്ട്ലി ഡിപ്പെൻഡ് അപ്പോൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ. അങ്ങോട്ട് വാട്ടർ എന്തുമാത്രം സപ്ലൈ ചെയ്തു, അത് നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് അങ്ങോട്ട് കിട്ടുന്ന വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇഫ് ദർ ഇസ് നോ ഇൻഫിൽട്രേഷൻ ഓഫ് വാട്ടർ ഇൻ ദി സീവർ ആൻഡ് ഇഫ് ദർ ആർ നോ പ്രൈവറ്റ് സോഴ്സസ് ഓഫ് സപ്ലൈ. അതേപോലെ തന്നെ അവിടെ വേറെ ഒരു വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്നില്ല, അതേപോലെ തന്നെ വേറെ ഒരു സോഴ്സ് ഓഫ് വാട്ടർ ഒന്നും ഇല്ല, ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വാട്ടർ സപ്ലൈ ഉള്ളെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയയിൽ. ഇനി അതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ദ വേസ്റ്റ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി റെസിഡൻഷ്യൽ ഏരിയ മേ ബി അസ്യൂം ടു ബി ഈക്വൽ ടു 70 to 80%. നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ തന്നെയാണ്, നമ്മൾ സപ്ലൈ ചെയ്യുന്ന വാട്ടറിന്റെ 70 to 80% ആയിരിക്കും റെസിഡൻഷ്യൽ ഏരിയയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, the amount of wastewater produced from the industrial locality depends upon type of industries. അവിടെ യൂസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് എന്താണ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇൻഡസ്ട്രീസിൽ നിന്നുണ്ടാകുന്ന വാട്ടറിൻ്റെ വേസ്റ്റ് വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിങ്സിലും സെയിം തന്നെ, എന്ത് ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് അതനുസരിച്ചിരിക്കും അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ടൈപ്പ് ഓഫ് ഏരിയ സെർവ്ഡ്. അടുത്തത്, ഇൻഫിൽട്രേഷൻ ഓഫ് സബ്സോയിൽ വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ സീവറിലോട്ട് ലീക്കേജ് ത്രൂ കയറി വരുന്നുണ്ടോ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ ഓർ സബ്സോയിൽ വാട്ടർ മേ ഇൻഫിൽട്രേറ്റ് ഇൻ ടു ദി സീവേഴ്സ് ത്രൂ ദി ലീക്കി ജോയിൻറ്റ്. അത് ത്രൂ കയറാൻ ചാൻസ് ഉണ്ട്, അതിനാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫിൽട്രേഷൻ. ഇനി അതല്ലാതെ വേറൊരു പ്രോസസ്സ് ഉണ്ടല്ലേ, എക്സ്ഫിൽട്രേഷൻ. അത് വേണേൽ നടക്കാൻ ചാൻസ് ഉണ്ട്. എക്സ്ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദി റിവേഴ്സ് പ്രോസസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ഫ്ലോ ഓഫ് വേസ്റ്റ് വാട്ടർ ഫ്രം ദി സീവർ ഇൻ ടു ദി ഗ്രൗണ്ട്. എന്ന് വെച്ചാൽ ഈ പൈപ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റ് വാട്ടറെ വേണമെങ്കിൽ തിരിച്ച് സീവർ പൈപ്പിൽ കൂടെ പുറത്തോട്ട് ഗ്രൗണ്ടിലോട്ട് വേണേൽ റിവേഴ്സ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനെ എന്താ പറയുന്നത്? എക്സ്ഫിൽട്രേഷൻ. എക്സ്ഫിൽട്രേഷൻ ഉണ്ടായാൽ അപ്പം എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? ഗ്രൗണ്ട് വാട്ടർ എന്താവും? പൊല്യൂട്ടഡ് ആവും അല്ലേ. അപ്പം ബോത്ത് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ, അകത്തോട്ട് വെള്ളം ഗ്രൗണ്ട് വാട്ടർ അകത്തോട്ട് കയറുന്നതിന്. അപ്പോൾ എന്താ പറ്റുന്നത്? സീവറിൽ കൂടെ ഉള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടും അല്ലെ, ഇൻക്രീസ് ആവും. എക്സ്ഫിൽട്രേഷൻ ആവുമ്പം ഗ്രൗണ്ട് വാട്ടറിന് പുറത്തോട്ടാണല്ലോ, വേസ്റ്റ് വാട്ടർ പുറത്തോട്ട് ചാടുമ്പം എന്താണ്, സീവറിൽ കൂടെ പോകുന്ന വാട്ടറിൻ്റെ ഫ്ലോ കുറയും. പക്ഷെ എന്താ പറ്റുന്നത്? ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആവും. അപ്പോൾ ഈ രണ്ട് കേസും നമുക്ക് ഡിസൈറബിൾ അല്ല. ഓക്കെ, ബോത്ത് ഇൻഫിൽട്രേഷൻ ആസ് വെൽ ആസ് എക്സ്ഫിൽട്രേഷൻ നമുക്ക് അൺഡിസൈറബിൾ ആണ്. കാര്യം ഇംപെർഫെക്റ്റ് ജോയിൻ ഉണ്ടാവുമ്പോഴാണ് ഈ രണ്ടും വരുന്നത്. അപ്പം ജോയിൻസ് ഒക്കെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ലീക്കി ജോയിൻസ് ഉണ്ടെങ്കിൽ അതപ്പം തന്നെ റെഡി ആക്കിയില്ലെങ്കിൽ ഈ ഇൻഫിൽട്രേഷനോ അല്ലെങ്കിൽ എക്സ്ഫിൽട്രേഷനോ നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 ഫാക്ടേഴ്സാണ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, വേരിയേഷൻ ഇൻ റേറ്റ് ഓഫ് സീവേജ് ഫ്ലോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ഫ്ലോയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അതിൻ്റെ റേറ്റ്, വേസ്റ്റ് വാട്ടർ ഫ്ലോയിൽ ഉണ്ടാകുന്ന റേറ്റിൻ്റെ പല പല വേരിയേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു സ്ലൈഡ് നിങ്ങൾ നോക്കുക. റേറ്റ് ഓഫ് സീവേജ് ഫ്ലോ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. വേസ്റ്റ് വാട്ടറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇറ്റ് വേരീസ് വിത്ത് എവറി അവർ ഓഫ് ദി ഡേ, എവറി ഡേ ഓഫ് ദി സീസൺ ആൻഡ് എവറി സീസൺ ഓഫ് ദി ഇയർ. എന്ന് വെച്ചാൽ എന്താണ്, ഒരു ദിവസം തന്നെ പല മണിക്കൂറിലും പല റേറ്റ് ആയിരിക്കും. ഒരു സീസൺ എടുക്കുവാണെങ്കിൽ പല ഡേയിലും പല റേറ്റ് ആയിരിക്കും. ഇനി ഒരു ഇയറിലെ ഒരു സീസൺ എടുക്കുമ്പം ഓരോ സീസണിലും പല റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ദ ഡിസൈനർ ഈസ് കൺസേൺ വിത്ത് ബോത്ത് മാക്സിമം ആൻഡ് മിനിമം റേറ്റ് ഓഫ് ഫ്ലോ. അപ്പം ഈ ഒരു സീവറൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർ എപ്പോഴും ആ ഒരു ഏരിയയിൽ ഓരോ പ്രാവശ്യം ഉണ്ടാകാൻ ചാൻസുള്ള ഏറ്റവും മാക്സിമം ഫ്ലോയും അതേപോലെ തന്നെ ഉണ്ടാകാൻ ചാൻസുള്ള ഏറ്റവും മിനിമം ഫ്ലോയും ഈ ഡിസൈനർ കണ്ടുപിടിച്ച് വെക്കും. എന്നാലേ ആൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദ സീവർ ഷുഡ് ബി സോ ഡിസൈൻ ദാറ്റ് ഇറ്റ് ക്യാൻ ടേക്ക് ദി മാക്സിമം ലോഡ്. അപ്പം ഉണ്ടാകാൻ ചാൻസുള്ള ഏറ്റവും മാക്സിമം ലോഡും എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ സീവേഴ്സ് ഡിസൈൻ ചെയ്യാൻ. അറ്റ് ദി സെയിം ടൈം ദേ ഷുഡ് ബി ലെയ്ഡ് ഓൺ സച്ച് ലോങ്ങിറ്റ്യൂണൽ ഗ്രേഡിയൻ ദാറ്റ് ദർ ആർ നോ ഡെപ്പോസിറ്റ് ഇൻ ദി സീവർ അറ്റ് ദി മിനിമം ഫ്ലോ. അതേപോലെ തന്നെ നമ്മൾ ഈ സീവർ ലേ ചെയ്യുമ്പം നമ്മുടെ അണ്ടർഗ്രൗണ്ടിലാണല്ലോ വെക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ ലേ ചെയ്യുമ്പം കറക്റ്റ് ഗ്രേഡിയൻറ്റിലായിരിക്കണം, കറക്റ്റ് സ്ലോപ്പിലായിരിക്കണം. എന്ന് വെച്ചാൽ ഈ മിനിമം ഫ്ലോ, വെള്ളം അധികം ഫ്ലോ ഇല്ലാത്ത സമയത്ത് നമുക്കറിയാമല്ലോ, വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പം ജസ്റ്റ് വെള്ളം മാത്രമല്ല സോളിഡിൻ്റെ പ്രസൻസും കാണും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പം അധികം ഒഴുക്ക് കാണത്തില്ല അല്ലേ. ഫ്ലോ കുറവാകുമ്പോൾ എന്താണ്, ഇതെല്ലാം അടിഞ്ഞടിഞ്ഞ് സീവറിൽ ഇരിക്കാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ട് വേണം നമ്മളിത് ലേ ചെയ്യാൻ. Okay, both the maximum and minimum flows are expressed as percentage of the average rate of flow. ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം ഫ്ലോ ആണെങ്കിലും മിനിമം ഫ്ലോ ആണെങ്കിലും നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്
ആവറേജ് റേറ്റ് ഓഫ് ഫ്ലോ കാണുമല്ലോ, അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ദ വേരിയേഷൻ ഇൻ ദി ഫ്ലോ മേ ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സീവേജ് ഫ്ലോ എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് അല്ല, അല്ലെങ്കിൽ ആ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് പറയാനുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഓരോ ആൾക്കാരും പല പല ഹാബിറ്റ് ഉള്ളവരായിരിക്കും അല്ലെ. ചിലവർ വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ കാണും, ഒത്തിരി വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർ കാണും. അപ്പം പല പല ഹാബിറ്റ് ഉള്ള ആൾക്കാർ അറ്റ് എ ടൈം ഒരു ടൗണിൽ കാണും. പലർക്കും പല വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പം ചിലവർക്ക് ഉച്ച സമയമാകുമ്പോൾ പോയാൽ മതിയായിരിക്കും. അപ്പോൾ അവർ 10 മണി 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അവർ റെഡി ആകാനൊക്കെ കുറേ വാട്ടർ, കുളിക്കാൻ വെള്ളം ഉപയോഗിക്കുന്നത്. ചിലവർക്ക് രാവിലെ 6 മണിക്ക് 7 മണിക്ക് പോകേണ്ടവരുണ്ട്. അപ്പോൾ അവർ അതനുസരിച്ച് നേരത്തെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിന് മുന്നേ വെള്ളം ഒത്തിരി യൂസ് ചെയ്യും. അപ്പം ഒരു ദിവസം തന്നെ പല അവറിലും പല റേറ്റിലായിരിക്കും വെള്ളം യൂസ് ചെയ്യാറ്. പിന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ച് തണുപ്പ് കാലം ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ അധികം വാട്ടർ യൂസ് ചെയ്യില്ല. സമ്മർ സീസണിൽ ഒത്തിരി വെള്ളം യൂസ് ചെയ്യും. പിന്നെ നമുക്ക് വാട്ടർ സപ്ലൈയുടെ ടൈമിംഗ് അനുസരിച്ച് എപ്പോഴും വെള്ളം കിട്ടത്തില്ലല്ലോ അല്ലെ, വാട്ടർ സപ്ലൈ ചെയ്ത് കിട്ടത്തില്ലല്ലോ. അപ്പം നമുക്ക് വെള്ളം കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാവരും വെള്ളം അധികം ഉപയോഗിച്ച് പല ടൈമിങ്ങിൽ കിട്ടുമ്പോൾ അതനുസരിച്ച് വേസ്റ്റ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആയിരിക്കും, അപ്പോൾ അതനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഈ പല ഫാക്ടേഴ്സ് കൊണ്ടാണ് റേറ്റ് ഓഫ് സീവേജ് ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ലൈഡിലൊരു ഒരു ഗ്രാഫ് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പം അതിൽ കാണിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, റെസിഡൻഷ്യൽ ഏരിയയിൽ ദ സീവേജ് ഫ്ലോ റൈസസ് ബൈ അബൌട്ട് 6 AM ആൻഡ് റീച്ചസ് ദി മാക്സിമം ബിറ്റ്വീൻ 8 to 10 AM എന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മളൊരു ദിവസത്തെ രാവിലെ 6 മണി തൊട്ടുള്ള കാര്യങ്ങൾ പറയുവാണേ. അപ്പം 6 മണി തൊട്ട് നമ്മൾ നോക്കുമ്പോൾ സീവേജ് ഫ്ലോന്റെ വാല്യൂ ഇങ്ങനെ എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടറിന്റെ ക്വാണ്ടിറ്റി 6 മണി തൊട്ട് ഇങ്ങനെ കൂടി പോരും. എന്നിട്ട് ഒരു 8 മണി തൊട്ട് 10 മണി ടൈമിൽ മാക്സിമം ആയിരിക്കും. കാര്യം ആ ടൈമിലാണല്ലേ എല്ലാവരും റെഡി ആകുന്ന ടൈം. അപ്പോൾ ഒത്തിരി വാട്ടർ യൂസ് ചെയ്യും, കുളിക്കാൻ, നനയ്ക്കാൻ, അങ്ങനത്തെ പല ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചണിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി വേസ്റ്റ് വാട്ടർ ഉണ്ടാകും. അപ്പം 8 മണി തൊട്ട് 10 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം ഫ്ലോ ആയിരിക്കും അല്ലേ. പിന്നെ അതങ്ങ് കുറയും, കാര്യം ആൾക്കാർ ജോലിക്കൊക്കെ പോയല്ലോ. അപ്പം ഇനിയിപ്പോൾ വെള്ളം അധികം യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ വേസ്റ്റ് വാട്ടർ അധികം ഉണ്ടാകുന്നില്ല അവിടെ. ദെൻ ഇറ്റ് ഫോൾസ് ഗ്രാജുവലി ടിൽ മിനിമം ഫ്ലോ ഇസ് റീച്ച്ഡ് ബിറ്റ്വീൻ 1 to 4. പിന്നെ ഒരു 1 മണി തൊട്ട് 4 മണി വരെ വെള്ളം അധികം ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ മിനിമം ഫ്ലോ ആയിരിക്കും ആ ടൈമിൽ വേസ്റ്റ് വാട്ടർ ആയിട്ട് വരുന്നത്. അപ്പം അവിടെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കാൻ പറ്റും. ദ റേറ്റ് ഓഫ് ഫ്ലോ ദെൻ റൈസസ് അഗൈൻ. 4 മണിക്കൊക്കെ എല്ലാവരും വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പിന്നെയും ആ മിനിമം ഫ്ലോയിലുള്ളത് പിന്നെ ചെറുതായിട്ട് അങ്ങ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിക്കാം. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക കേട്ടോ. ക്വാണ്ടിറ്റിയും അവർ ഓഫ് ദി ഡേ, ക്വാണ്ടിറ്റി y ആക്സിസിലും x ആക്സിസിൽ അവേഴ്സ് ഓഫ് ദി ഡേയും കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, 0 തൊട്ട് രാവിലെ 2 മണി, 4 മണി, 6 മണി, 8 മണി, 10 മണി, ഉച്ചയ്ക്ക് 12 മണി, പിന്നെ വൈകുന്നേരം 2, 4, 6, 8, 10, 12 കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അതിൽ ഡോട്ടഡ് ലൈൻസിൽ ഡോട്ടഡ് ആയിട്ട് കേവ് കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ അങ്ങോട്ട് സപ്ലൈ ചെയ്ത വാട്ടർ സപ്ലൈ എന്ന് വെച്ചാൽ രാവിലെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇപ്പം ഒരു പൈപ്പ് ലൈൻ വരെ അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ കൊടുത്ത് വാട്ടർ സപ്ലൈ ഈ സമയത്തൊക്കെ ഒത്തിരി വെള്ളം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഈ അടുത്ത് ഡാർക്ക് ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് വേസ്റ്റ് വാട്ടറിൻ്റെ എമൗണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു കിട്ടുന്ന വെള്ളം മൊത്തം വേസ്റ്റ് വാട്ടറായിട്ട് മാറുമോ? ഇല്ല അല്ലേ, ഒരു 70 to 80% വേസ്റ്റ് വാട്ടർ ആകുന്നുണ്ട്. അതാണ് താത്തിട്ട് ഗ്രാഫ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയേ, 6 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കൂടി ഒരു 8 തൊട്ട് 10 മണിയൊക്കെ ആകുമ്പോഴേക്കും മാക്സിമം ആയിട്ട് സീവേജിൻ്റെ. പിന്നെ ഒരു ഉച്ച നേരമൊക്കെ ആകുമ്പോൾ പിന്നെയും കുറഞ്ഞ് മിനിമം ഫ്ലോയിൽ വരും. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ ഇന്ന് കൂടും. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തിയറി കാര്യമാണ് ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫൊക്കെ പഠിക്കണേ. ഇത് തന്നെ അവർലി വേരിയേഷൻ ജസ്റ്റ് സീവേജ് ഫ്ലോ മാത്രമായിട്ട് ഇതിൽ വാട്ടർ സപ്ലൈയും സീവേജ് ഫ്ലോയും കാണിച്ചു അല്ലേ. ഇത് കുറച്ചുകൂടെ സൂംഡ് ഇമേജ് ആണ്. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ആവറേജ് ഫ്ലോ ഫോർ ദി ഡേയും താഴെ അവേഴ്സ് ഓഫ് ദി ഡേയും കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, രാത്രി ടൈമിൽ കുറവാണ്, മിനിമം ഫ്ലോ ആണ്. പിന്നീട് പതുക്കെ കൂടി 8 മണി തൊട്ട് 10 മണി വരെ പീക്ക് ഫ്ലോ ആണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറഞ്ഞ് പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടൈം നമുക്ക് വേണമെങ്കിൽ ആവറേജ് ഫ്ലോ ഫോർ ദി ഡേ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ മിനിമം ഉണ്ട്, പീക്ക് ഫ്ലോ ഉണ്ട്, മാക്സിമം ഫ്ലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വേരിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാര്യങ്ങളൊക്കെ പറയുക, ഈ ഗ്രാഫും വരയ്ക്കുക. ഓക്കെ, the rate of flow of domestic or sanitary sewage varies from season to season. പല സീസണിൽ മാറും. ഫ്രം ഡേ ടു ഡേ, പല ഡേയിലും പല റേറ്റ് ആയിരിക്കും. ഫ്രം അവർ ടു അവർ, അത് നമ്മളിപ്പോൾ കണ്ടു, ഓരോ മണിക്കൂറും ഓരോ റേറ്റ് ആയിരിക്കും. ദീസ് വേരിയേഷൻ ഇൻ ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഡൊമസ്റ്റിക് or sanitary sewage are termed as
സീസണൽ ഓർ മന്ത്ലി വേരിയേഷൻ, അല്ലെങ്കിൽ ഡെയിലി വേരിയേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അവർലി വേരിയേഷൻ എന്നൊക്കെ പറയാം. ഓരോ റീസൺ വെച്ചിട്ട് നമുക്ക് പല പല വേരിയേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിന് ടിപ്പിക്കൽ അവർലി വേരിയേഷനാണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സീസണൽ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. The temperature and climatic conditions are the principal factors affecting the seasonal rate of sewage flow. എന്ന് വെച്ചാൽ ഒരു സീസണിൻ്റെ എഫക്റ്റ് എങ്ങനെ നമുക്ക് സീവേജ് ഫ്ലോയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പറയുന്നത് മെയിൻലി 2 ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ്. ഒന്ന് ടെമ്പറേച്ചറും പിന്നെ ഒന്ന് ക്ലൈമറ്റിക് കണ്ടീഷനും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കണ്ടീഷൻ അനുസരിച്ച് ആവറേജ് റേറ്റ് ഓഫ് സീവേജ് ഫ്ലോ എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും. ഓക്കെ, പിന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും എന്ത് മാക്സിമം കൂടുതലും നമ്മൾ ഈ വെള്ളം യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും മിനിമം റേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ ടു ജാനുവരി ആ ഒരു മന്തിലായിരിക്കും. ഓക്കെ, അതിൻ്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ആവറേജ് ഡേ അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് വെള്ളത്തിൻ്റെ യൂസ് വേസ്റ്റ് വാട്ടർ ഉണ്ടാകുന്നത് ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. ഓക്കെ, പിന്നെ മാക്സിമം ഡേ എന്ന് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രാഫാണ് അല്ലെ, ജൂൺ ജൂലൈ മാസങ്ങളാണ് ഒത്തിരി വേസ്റ്റ് വാട്ടർ. ജൂൺ ജൂലൈ മാസങ്ങളിൽ വേസ്റ്റ് വാട്ടറിൻ്റെ എമൗണ്ട് കൂടാൻ കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ ഉണ്ട്, പ്ലസ് മഴക്കാലമാണല്ലോ അല്ലേ. അപ്പം സീവറിലോട്ടൊക്കെ മഴവെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താണ്, ഫ്ലോ ഗ്രാജുവലി കൂടും. അതുകൊണ്ടാണ് ആ ടൈമിൽ ഏറ്റവും മാക്സിമം ആണെന്ന് പറയുന്നത്. ഇനി മിനിമം ഡേ എന്ന് പറയുന്നത് ഡിസംബർ ജാനുവരി മാസങ്ങളാണ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ തണുപ്പ് കാലമാണ്, അപ്പോൾ അധികം ആൾക്കാർ വെള്ളം യൂസ് ചെയ്തില്ല. പ്ലസ് അവിടെ ആ സമയത്ത് റെയിൻ വാട്ടർ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ മിനിമം ഫ്ലോ എന്ന് പറയുന്നത്. ആവറേജ് ഫ്ലോ ഉള്ളത് ഒക്ടോബർ നവംബർ അതേപോലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ്. ഏറ്റവും കൂടുതൽ ജൂൺ ജൂലൈ മാസമാണ്. ഓക്കെ, വൈഡ് മാക്സിമം റേറ്റ് മേ ബി ഒബ്റ്റെയിൻ ഡ്യൂറിങ് ജൂൺ ജൂലൈ. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രൈ വെതർ ഫ്ലോ ഉണ്ട് എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടറും സാധാ ഇൻഡസ്ട്രിയിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ ഉണ്ട്. അതേ പ്ലസ് എന്താണ് സ്റ്റോം വാട്ടറും കൂടെ കാണും. ഓക്കെ, ഇനി അടുത്തൊരു ടേം പീക്കിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ, പീക്കിംഗ് ഫാക്ടേഴ്സ് എന്താ നോക്കാം. ദ എഫക്റ്റ് ഓഫ് ഡെയിലി വേരിയേഷൻ ഇൻ സീവേജ് ഫ്ലോ ഇസ് മാക്സിമം ഓൺ ഡൊമസ്റ്റിക് ആൻഡ് ലാറ്ററൽ സീവേഴ്സ് ബിക്കോസ് ദേ റിസീവ് ദി ഫ്ലോ ഡയറക്ട്ലി ഫ്രം ദി സോഴ്സ്. എന്ന് വെച്ചാൽ സീവേജ് ഫ്ലോ ഇല്ലേ, അപ്പം ഡെയിലി സീവേജ് ഫ്ലോയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം കളക്ട് ചെയ്യുന്ന സീവറിനെ നമ്മൾ ഡൊമസ്റ്റിക് സീവേഴ്സ് പിന്നെ ലാറ്ററൽ സീവർ എന്നൊക്കെ പറയാം. രണ്ട് സീവറാണ്. ഡൊമസ്റ്റിക് സീവറിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്ത് പിന്നെ അത് ലാറ്ററൽ സീവറിലോട്ട് പോകും. ഓക്കെ, അപ്പം ഓരോ വീട്ടിൽ നിന്നും ഡയറക്റ്റ് വെള്ളം കളക്ട് ചെയ്യുന്നതുകൊണ്ട് ആ 2 സീവറിലോട്ടും എന്താണ് ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ കൂടുതലായിരിക്കും അല്ലേ. ദിസ് എഫക്ട് ഡിമിനിഷസ് ഗ്രാജുവലി ആസ് ദി ഫ്ലോ റീച്ചസ് ദി ബ്രാഞ്ചസ് ആൻഡ് മെയിൻ. എന്നിട്ട് ഈ വെള്ളം പല വീട്ടിൽ നിന്ന് ഈ ഡൊമസ്റ്റിക് സീവർ വഴി കളക്ട് ചെയ്യുന്ന വാട്ടർ എല്ലാം കൂടെ പിന്നീട് എവിടെ ചെല്ലും, ബ്രാഞ്ചസിലോട്ട് ചെല്ലും, പിന്നെ മെയിൻ പൈപ്പിലോട്ട് ചെല്ലും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ചിലപ്പം എവിടെയെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഗ്രൗണ്ടിലോട്ട് അങ്ങ് പോകും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചസിലോട്ടും മെയിനിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും മൊത്തത്തിൽ മാക്സിമം ഉണ്ടായിരുന്നത് അങ്ങ് കുറച്ചങ്ങ് കുറയും. അതാണ് ദിസ് എഫക്ട് ഡിമിനിഷസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വേരിയസ് സീവേഴ്സ് ഇൻ എ സീവർ നെറ്റ്വർക്ക് ആർ ഡിസൈൻഡ് നോട്ട് ഫോർ ദി ആവറേജ് ആനുവൽ ഫ്ലോ റേറ്റ്. ഓക്കെ, അപ്പം നമ്മൾ സീവർ നെറ്റ്വർക്കിൽ പല പൈപ്പുണ്ട്. ജസ്റ്റ് ഒരേ ഡയമീറ്റർ ഉള്ള പൈപ്പല്ല, പല പൈപ്പ് കാണും, ചെറിയ പൈപ്പ് കാണും. അപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ആദ്യം കളക്ട് ചെയ്യുന്നത് ചെറിയ പൈപ്പിലോട്ടായിരിക്കും, പിന്നീട് അത് വലിയൊരു പൈപ്പിലോട്ട് ചെല്ലും, പിന്നീട് എല്ലാ വെള്ളം കൂടെ കളക്ട് ചെയ്യുന്ന ഒരു മെയിൻ പൈപ്പിലോട്ട് ചെല്ലും. ഓക്കെ, അപ്പോൾ ഈ പൈപ്പൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഈ സീവേഴ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഒരിക്കലും നമ്മൾ അവിടുത്തെ ഒരു ആവറേജ് റേറ്റ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടില്ല. ബട്ട് ഫോർ എ ഫ്ലോ റേറ്റ് വിച്ച് ഇസ് ഹയർ ദാൻ ദി ആവറേജ് ഫ്ലോ റേറ്റ്. അപ്പം ഈ ഫ്ലോ റേറ്റിനേക്കാളും കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള ഒരു ഫ്ലോ റേറ്റിൽ വേണം നമ്മളെപ്പോഴും സീവേഴ്സ് ഡിസൈൻ ചെയ്യാൻ. അപ്പം അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പീക്കിംഗ് ഫാക്ടർ എന്നൊരു ഫാക്ടർ യൂസ് ചെയ്തിട്ടാണ്. പീക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് പീക്ക് ഫ്ലോ ടു ആവറേജ് ഫ്ലോ. എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന പീക്ക് ഫ്ലോ ഉണ്ടല്ലോ, അതേ ഡിവൈഡ് ബൈ അവിടുത്തെ ആവറേജ് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. അതാണ് പീക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടുത്തെ സീവേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അതിനെപ്പറ്റിയാണ് ഈ ഒരു ടേബിൾ കാണിച്ചിരിക്കുന്നത്, പീക്കിംഗ് ഫാക്ടർ ഓഫ് സീവർ ഡിസൈൻ. ഓക്കെ, അപ്പം ഡൊമസ്റ്റിക് സീവർ വീടിനോട് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വാട്ടർ എല്ലാം കൂടെ കളക്ട് ചെയ്യുന്ന ആ ഒരു പൈപ്പിനെ ഡൊമസ്റ്റിക് സീവർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിസൈൻ ചെയ്യുമ്പം തൊട്ടടുത്ത കോളം നോക്കി, ഫാക്ടർ ടു മൾട്ടിപ്ലൈ ആവറേജ് റേറ്റ് ഓഫ് ആനുവൽ ഫ്ലോ എന്ന് പറയുന്നില്ലേ. അപ്പം ആവറേജ് റേറ്റ് ഓഫ് ആനുവലർ ഫ്ലോ നമ്മളുടെ ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, 30 ഇൻറ്റു 6 എന്നൊരു വാല്യൂ ഉണ്ടോ, അതാണ് അവിടുത്തെ പീക്കിംഗ് ഫാക്ടർ. അപ്പോൾ 30 ഇൻറ്റു 6 ചെയ്യും, ആ വാല്യൂ എത്രയാണോ
180 എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ, അതനുസരിച്ച് ആയിരിക്കും നമ്മൾ അവിടുത്തെ ഡൊമസ്റ്റിക് സീവേജ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് ഫ്ലോയിൻ്റെ കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ്, പീക്കിംഗ് ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫ്ലോയ്ക്കായിരിക്കും നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത്, സീവേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ലാറ്ററൽ സീവർ ആകുമ്പം 4 to 6 ആയിരിക്കും നമ്മൾ ആ പീക്കിംഗ് ഫാക്ടർ എടുക്കുന്നത്. അപ്പോൾ അതേ ഇൻറ്റു അവിടുത്തെ ആവറേജ് റേറ്റ് എത്രയാണോ അത് ചെയ്യും. ബ്രാഞ്ച് ആകുമ്പം 3 ഇൻറ്റു ആയിരിക്കും ചെയ്യുന്നത്. മെയിൻ പൈപ്പ് ആകുമ്പോൾ 2.5 ഇൻറ്റു അവിടുത്തെ ആവറേജ് റേറ്റ്. അതേപോലെ ലാസ്റ്റ് ഔട്ട്ഫോൾ സീവർ അല്ലെങ്കിൽ ട്രങ്ക് സീവറിലോട്ട് ചെല്ലുമ്പം 2 ഇൻറ്റു അവിടുത്തെ ആവറേജ് റേറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, 2 ഇൻറ്റു ചെയ്യുമ്പോൾ കുറച്ച് വലിയൊരു വാല്യൂ ആവും അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സീവറിൻ്റെ ഡയമീറ്റർ ഡിസൈൻ ചെയ്യും. ഓക്കെ, ഇതാണ് പീക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. പീക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് പീക്ക് ഫ്ലോ ടു ആവറേജ് ഫ്ലോ. അപ്പം നമ്മളൊരു സ്ഥലത്തിൽ വേണ്ടി നമ്മൾ സീവേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ കുറേ പൈപ്പുകൾ ചേർന്നായിരിക്കും, ഒറ്റ പൈപ്പല്ല. ജസ്റ്റ് ഡൊമസ്റ്റിക് സീവർ മാത്രമല്ല സീവർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പല ഇപ്പോൾ കണ്ടില്ലേ, പേര് കണ്ടില്ലേ, ഡൊമസ്റ്റിക്, ലാറ്ററൽ, ബ്രാഞ്ച്, ഇതൊക്കെ കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തെ ആവറേജ് റേറ്റ് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ ആവറേജ് റേറ്റിനേക്കാളും ഒരു ഹയർ വാല്യൂലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ ഹയർ വാല്യൂ എന്ന് പറയുന്നത് പീക്കിംഗ് ഫാക്ടർ വെച്ചിട്ടായിരിക്കും. പീക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് റേഷ്യോ പീക്ക് ഫ്ലോ ടു ആവറേജ് ഫ്ലോ ആയിരിക്കും. അപ്പോൾ അത് ഓരോ ടൈപ്പ് ഓഫ് സീവറിനും ഓരോ വാല്യൂസ് ആണ്, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ലാസ്റ്റ് പീക്കിംഗ് ഫാക്ടേഴ്സ് നമുക്ക് പോപ്പുലേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പീക്കിംഗ് ഫാക്ടറിന് ഓരോ വാല്യൂസ് പറയാം. ഓക്കെ, അപ്പോൾ അപ് ടു 20,000 പോപ്പുലേഷൻ ഉള്ള ഏരിയ ആണെങ്കിൽ അവിടുത്തെ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 20,000-ൻ്റെയും 50,000 ഇടയ്ക്കാണെങ്കിൽ 2.5, 50,000-ൻ്റെയും 70,000-ൻ്റെയും ഇടയ്ക്കാണെങ്കിൽ 7,00,000 ഇടയ്ക്കാണെങ്കിൽ നമുക്ക് 2.25, എബോവ് 7 lakh ആണെങ്കിൽ അതിന് 2 ആയിരിക്കും പീക്കിംഗ് ഫാക്ടറായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ പീക്ക് ഫാക്ടറും അവിടുത്തെ ആവറേജ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുമായിരിക്കും. അപ്പോൾ അത് ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് അപ് ടു 20,000 ആണെങ്കിൽ അതനുസരിച്ച് വാല്യൂ കിട്ടും. അതനുസരിച്ചായിരിക്കും നമ്മൾ സീവർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് പോർഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, എന്നിട്ട് ലെക്ചർ നോട്ട് എഴുതുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ചെയ്ത പോലെ തന്നെ ലെക്ചർ നോട്ട് എഴുതുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.